ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റിൽ എങ്ങനെ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഷോപ്പിഫൈ വെബ്സൈറ്റിൽ നമ്മൾ യൂഷ്വലി എല്ലാ വെബ്സൈറ്റിലും മെജോറിറ്റി വെബ്സൈറ്റിലും കാണുന്നതാണ്, നമുക്ക് ബ്ലോഗായിട്ട് ഒരു സെക്ഷൻ കാണും. സോ ആ ബ്ലോഗ് എങ്ങനെ സെക്ഷൻ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പുതിയ ബ്ലോഗ് എങ്ങനെ ഇതിൽ ഷോപ്പിഫൈയിലോട്ട് ആഡ് ചെയ്യാം, ഈ രണ്ട് പ്രോസസ്സാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാനിപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ വന്നു. നമുക്ക് ആ ഒരു ബ്ലോഗ് സെക്ഷൻ നമ്മുടെ ഷോപ്പിഫൈ വെബ്സൈറ്റിൽ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ഞാൻ എഡിറ്റ് തീം കൊടുത്തു. സാധാരണ ഈ ബ്ലോഗ് സെക്ഷൻ കൊടുക്കുന്നത് എപ്പോഴും ആ ഒരു ഫൂട്ടറിന്റെ തൊട്ട് മുകളിലായിരിക്കും. സോ ഞാനിവിടെ ആഡ് സെക്ഷനായിട്ട് കൊടുക്കുവാണ്. ബ്ലോഗ് എന്ന് സെർച്ച് ചെയ്യുന്നു. ബ്ലോഗിൽ 3 ഓപ്ഷനാണ് നമുക്ക് ഹൊറിസോൺ തീമിൽ വരുന്നത്. ഒന്ന് ഗ്രിഡ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കറോസലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എഡിറ്റോറിയൽ വ്യൂ. ഞാനിപ്പോൾ കറോസൽ വ്യൂ ആയിട്ട് കൊടുക്കുവാണ്. അതായത് ഇതാണ് നമ്മുടെ ബ്ലോഗ് സെക്ഷൻ വരുന്നത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും അകത്തായിട്ട് ഒരു ടൈറ്റിൽ വരുന്നുണ്ട്, ഇമേജ്, ടൈറ്റിൽ, ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ചെറിയൊരു സബ് സെക്ഷനും കൂടിയാണ് ഈ ബ്ലോഗിൻ്റെ സെക്ഷൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. ഞാനിപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഒന്ന് കുറച്ച് സൈസ് കുറയ്ക്കുവാണ്. അതായത് ടൈറ്റിൽ എടുത്തു, കസ്റ്റം കൊടുത്തു. ഞാൻ ആ ടൈറ്റിൽ ഒരു 20 ആക്കുവാണ്. സോ ഇതാണ് നമ്മുടെ ബ്ലോഗ് സെക്ഷൻ. ഇനി നമുക്ക് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് അത് എങ്ങനെ ഇതിലോട്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഷോപ്പിഫൈയുടെ ഹോം പേജിൽ വന്നു. ഇതിൽ കണ്ടന്റിൻ്റെ അകത്ത് ബ്ലോഗ് പോസ്റ്റ്, ഈ ബ്ലോഗ് പോസ്റ്റിലാണ് നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോഗ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിൽ ആഡ് ബ്ലോഗ് പോസ്റ്റ്. സോ ബ്ലോഗ് പോസ്റ്റിൽ എപ്പോഴും കാണുന്നത് ടൈറ്റിൽ ഉണ്ടാവും, അതുപോലെ തന്നെ കണ്ടന്റ്, അതുപോലെ തന്നെ നോർമലി പ്രോഡക്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ SEO. ഇപ്പോൾ ഞാൻ ഇതിൽ സിമ്പിളായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഫുള്ള് AI വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഷോപ്പിഫൈയിൽ തന്നെ ഡിഫാൾട്ട് ഉള്ള ഒരു ഓപ്ഷനാണ് ജനറേറ്റ് ബ്ലോഗ് ടൈറ്റിൽ. ഇപ്പോൾ ഞാൻ ഇതിൽ കൊടുക്കുവാണ്. ടോപ്പ് ട്രെൻഡ്സ് ഇൻ ഡ്രസ്സിംഗ് സ്റ്റൈൽ. സോ ഞാൻ ജസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ആവുകയാണ്. ഞാൻ ഇതിൽ ട്രാൻസ്ഫോം ഒരു വാർഡ്രോബ്, ഈ ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ടൈറ്റിൽ വെച്ച് നമുക്കൊരു കണ്ടന്റ് വേണം. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഇതിൽ തന്നെ ഡിഫോൾട്ട് AI ഉണ്ട്. സോ ഞാൻ ഇതിൽ ഒരെണ്ണം ജനറേറ്റ് ചെയ്യുവാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോൺ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഡിഫോൾട്ട് കിടക്കുന്ന ഒരെണ്ണം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിത് കീപ്പ് കൊടുക്കുന്നു. സോ നമ്മുടെ ആ ഒരു ബ്ലോഗിൽ പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി ഒരു ബ്ലോഗും ഇല്ല, അങ്ങനത്തെ ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ AI കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ കഴിയും ഇത്. സോ ഞാൻ ഇതിൽ ആഡ് ചെയ്തു. ഇതിൽ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. ഞാനിതിലൊരു ഇമേജ് ആഡ് ചെയ്യുവാണ്. ഇമേജ് ആഡ് ചെയ്തു, വിസിബിൾ കൊടുത്തു. ഇതിൽ നമുക്ക് ബ്ലോഗ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് എപ്പോഴും ന്യൂസിലാണ്. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു നെയിം ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് കൊടുക്കാം. സോ അതായത് നമുക്ക് വെബ്സൈറ്റിൻ്റെ അകത്ത് വരുന്ന ബ്ലോഗ് ന്യൂസിൻ്റെ അകത്ത് വരുന്നു, അതായത് ഒരു സെറ്റ് ഓഫ് ന്യൂസ് ആണോ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മളെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്റ്റോറീസോ അങ്ങനെയാണ് ആ ബ്ലോഗിലെല്ലാം വരുന്നതെങ്കിൽ നമുക്കൊരു പുതിയ ക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയ ടൈറ്റിൽ കൊടുക്കാം. ഞാനിതിൽ ന്യൂസ് തന്നെയാണ് കൊടുക്കുന്നത്. സോ ഇനി ഇതിൽ SEOയുടെ പാർട്ട് വരുന്നത്, അതായത് നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, എൻക്രിപ്റ്റ്, അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അതായത് ഒരു ഷോർട്ട് ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി ഉണ്ടാകണം. അതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ, അതായത് സെക്ഷൻ്റെ ആ ഒരു ടൈറ്റിലിന്റെ അകത്ത് വരുന്ന ഒരു ഷോർട്ടായിട്ട് കാണിക്കുന്ന ഒരു ഓപ്ഷൻ. സോ ഞാൻ ഇത് ചെയ്യാനായിട്ട് ജസ്റ്റ് സാമ്പിൾ ഞാൻ ഇതെല്ലാം ഒന്ന് സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു, ChatGPT പോവാണ്. ഞാൻ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഇട്ടു. എന്നിട്ട് സോ നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കിട്ടി, ഈ ഒരു ബ്ലോഗിൽ പറയുന്നത് എന്താണോ ആ ഒരു ടൈറ്റിലിനെ ബന്ധപ്പെട്ട്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബ്ലോഗ് ഉണ്ട്, നല്ല ടൈറ്റിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ആഡ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഷോർട്ട് സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഷോർട്ട് സമ്മറി ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് SEOയുടെ പാർട്ടാണ്.
ടൈറ്റിൽ ഉണ്ട്, നമുക്കൊരു മെറ്റാ ഡിസ്ക്രിപ്ഷനും കൂടെ വേണം. ഞാൻ അതിന് മെറ്റാ ഡിസ്ക്രിപ്ഷന് വേണ്ടി ChatGPT ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു ഷോർട്ട് ആയിട്ടുള്ള മെറ്റാ ഡിസ്ക്രിപ്ഷനും കൂടെ ആഡ് ചെയ്തു. സോ ഇത്രയും ചെയ്യുവാണെങ്കിൽ നമ്മൾ ബ്ലോഗിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ആവും. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഹിഡൻ അല്ല, വിസിബിലിറ്റി എപ്പോഴും വിസിബിൾ ആയി തന്നെ കൊടുക്കുക. ഞാൻ ഇതിൽ സേവ് ചെയ്തു. നമുക്കിതിലിപ്പോ ഈ ബ്ലോഗിന്റെ അകത്ത്, അതായത് ഓരോന്നിലും പിക്ചർ ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇവിടെ ഒരു പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഇൻസേർട്ട് ഓപ്ഷൻ ഉണ്ട്, ഇൻസേർട്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ, ഇൻസേർട്ട് കൊടുക്കാം. എന്നാൽ ഇവിടെ ഒരു പർട്ടിക്കുലർ ഇമേജോ ആഡ് ആകും. എപ്പോഴും നല്ലൊരു ബ്ലോഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്ലോഗിന്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റിൽ എന്താണ് പ്രോഡക്ട്സ്, ആ പ്രോഡക്റ്റും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇത് നമ്മളെ ഒരു വെബ്സൈറ്റിലുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് വെക്കുക എങ്കിൽ ഇവിടെ ഇൻസേർട്ട് ലിങ്ക് ഉണ്ട്, ആ പ്രോഡക്റ്റിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബ്ലോഗ് ചെയ്യുമ്പോൾ അതിൽ മാക്സിമം നമുക്കതിന് ആപ്റ്റ് ആവുന്ന പ്രോഡക്റ്റും കൂടി ആഡ് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വെബ്സൈറ്റിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടാനായിട്ട് ബ്ലോഗ് യൂസ്ഫുൾ ആകത്തുള്ളൂ. അതുപോലെ തന്നെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഞാനിതിൽ സേവ് കൊടുത്തു. ഇനി വ്യൂ കൊടുക്കുവാണ്. ഇത് എങ്ങനെയാ ഈ ബ്ലോഗ് സെക്ഷൻ വരുന്നതെന്ന് നോക്കാം. അതായത് ടൈറ്റിൽ വരുന്നുണ്ട്, ആ ഒരു പിക്ചർ വരുന്നുണ്ട്, അതിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. ഡിഫാൾട്ടായിട്ട് നമുക്ക് ഹൊറിസോൺ തീമിൽ വരുന്നത് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ടായിരിക്കും ഡിസൈൻ വരുന്നത്, അതായത് നമ്മളെ എഴുത്ത് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാം. ഇപ്പൊ ഇൻ കേസ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ അല്ല വേണ്ടത്, അതായത് കുറച്ചും കൂടെ വൈഡ് ആയിട്ട് ഫുൾ ലെന്ത് എഴുത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിനായിട്ട് ഞാൻ ഈ പേജ് എഡിറ്റ് ചെയ്യുവാണ്. അതായത് ഈ പേജ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് രണ്ട് രീതിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ ഇവിടെ ഒരു ഓപ്പൺ ആക്കിയിട്ട് എഡിറ്റ് എടുത്തു. ഇല്ല മറ്റൊരു ഓപ്ഷൻ ആണെങ്കിൽ വരുന്നത്, നമുക്ക് ഈ ഒരു ഷോപ്പിഫൈയുടെ എഡിറ്റിംഗ് പേജിൽ വരിക, അതിൽ ബ്ലോഗ് പോസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ബ്ലോഗ് അല്ല, ബ്ലോഗ് പോസ്റ്റ് ആണ്. ആ ബ്ലോഗ് പോസ്റ്റിലോട്ട് വരിക, അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അതിനായിട്ട് സൈഡിൽ ബ്ലോഗ് പോസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കണ്ടന്റ് ആണ് ഈ ഒരു പൊസിഷനായിട്ട് കിടക്കുന്നത്. ഞാനിപ്പോൾ കണ്ടന്റിനെ ഹൈഡ് ചെയ്യും, പകരം ആഡ് മറ്റൊരെണ്ണം കൊടുക്കുവാണ്, മറ്റൊരു ബ്ലോക്ക് കൊടുക്കുവാണ്. അതായത് ഞാനൊരു ഡിസ്ക്രിപ്ഷന്റെ ബ്ലോക്ക് കൊടുത്തു. ഇപ്പോൾ ഡിസ്ക്രിപ്ഷന്റെ ബ്ലോക്ക് വന്നു. ഈ ഡിസ്ക്രിപ്ഷന്റെ ബ്ലോക്ക് ഇവിടെ വരിക, അത് എഡിറ്റ് ചെയ്യുക, അതിൽ ഡൈനാമിക് സോഴ്സ്, അതായത് നമ്മുടെ കണ്ടന്റ് ഇതിൽ സെലക്ട് ചെയ്യുക. സോ ഇങ്ങനെ ഒരു കണ്ടന്റ് സൈഡിലായിട്ട് വന്നു. നമുക്കിത് ഫില്ലായിട്ട് വരണമെങ്കിൽ ജസ്റ്റ് ഈ സൈഡിലുള്ള ഓപ്ഷൻ, അതായത് ഫില്ല് കൊടുക്കുക, ഈ നോർമൽ മാറ്റി നൺ കൊടുക്കുക. സോ നമുക്ക് ഫുൾ പേജ് ആയിട്ട് ആ ഒരു കണ്ടന്റ് വരും. നമുക്കിത് മൊബൈലിൽ എങ്ങനെ വരും നോക്കാം. മൊബൈലിൽ വരുമ്പോൾ ടൈറ്റിൽ വരുന്നുണ്ട്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ വേണ്ട, നമുക്ക് ഡിഫാൾട്ട് ഉള്ള ഓപ്ഷൻ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി നമുക്ക് ടാബിലോ മറ്റോ നോക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കാനായിട്ടാണ് ഡിസ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ കൊടുത്തത്. സോ ഞാൻ ഇവിടെ സേവ് കൊടുക്കുകയാണ്. സോ നമ്മൾ ഒരു പേജിൽ സേവ് കൊടുത്ത് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ മാറ്റിയാൽ നമ്മൾ എപ്പോൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്താലും ഇതേ ഡിസൈൻ ആയിരിക്കും ആ ഡിഫാൾട്ടായിട്ട് വരുന്നത്. സോ നമുക്കിത് എങ്ങനെ വരുന്നതെന്ന് നോക്കാം എക്സാക്റ്റ് ആയിട്ട്. ഞാനിത് ഓപ്പൺ ആക്കുവാണ്, ഹൈഡ് ബാർ കൊടുത്തു. സോ ടൈറ്റിൽ വരുന്നുണ്ട്, പിക്ചർ വരുന്നുണ്ട്. സോ ഫുൾ പേജ് വ്യൂവിൽ നമ്മുടെ ആ ഒരു ബ്ലോഗ് ആഡ് ആവും. ബ്ലോഗ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മാക്സിമം നന്നായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഞാനിപ്പോൾ റാൻഡം ആയിട്ട് ഒരു ടോപ്പിക്ക് കൊടുത്തതിന് പകരം, അല്ലെങ്കിൽ 1-2 പോയിന്റ് മാത്രം കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു 4-5 പോയിന്റ് കൊടുക്കുക, കുറച്ച് സ്റ്റോറി മോഡ് ആക്കുക, അങ്ങനെ വന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മുടെ ബ്ലോഗ് എപ്പോഴും. ഞാനിനി ഈ ബ്ലോഗ് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് ആഡ് ചെയ്യാൻ നോക്കാം. ഞാനിതിൽ പോലത്തെ ഓൾറെഡി ഒരു 4 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. സോ മൊത്തത്തിൽ 5 ബ്ലോഗ് ആഡ് ചെയ്തു. സോ ഓൺലൈൻ സ്റ്റോർ വന്നു, എഡിറ്റ് തീം കൊടുത്തു. സോ നമ്മളെ ആ ബ്ലോഗ് പോസ്റ്റിൽ വന്നു, നേരത്തെ ആഡ് ചെയ്ത സെക്ഷനിൽ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ബ്ലോഗ് എന്ന ഓപ്ഷൻ എടുക്കുക. അതായത് ഞാൻ അവിടെ കൊടുത്ത പേര് ന്യൂസ് ആണ്. സോ ന്യൂസ് ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ആഡ് ചെയ്ത ബ്ലോഗ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യാവുന്നുണ്ട്.
സോ നമ്മൾ കൊടുത്ത ടൈം വരുന്നുണ്ട്, ആ കൊടുത്ത പേര് വരുന്നുണ്ട്. ഈ ഒരു ചെറിയ ഇൻസ്ക്രിപ്റ്റ് ആണ് നമ്മൾ കൊടുത്ത സബ് ഡിസൈൻ, അതായത് സമ്മറി ആയിട്ട് കൊടുത്ത ആ ഒരു പാരഗ്രാഫ്. അപ്പൊ നമുക്ക് വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ 1-2 വരിയിൽ മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം സമ്മറി, അല്ല ഡീപ്പായിട്ട് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കാം. സോ ഞാൻ ഇത് കൊടുത്തു. ഇനി മൊബൈൽ വ്യൂവിൽ നോക്കുമ്പോൾ ഇത് ഒരു വെബ്സൈറ്റ് വ്യൂ ആണ്. ഇനി മൊബൈൽ വ്യൂവിൽ നോക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം, അതായത് ഒരെണ്ണം ഹാഫ് ആയിട്ട്. സോ ഞാൻ വേണമെങ്കിൽ 2 കൊടുക്കാം, അതായത് 2 കാർഡ് ഒന്നിൽ വരുന്ന രീതിക്ക് കൊടുക്കാം. സോ എപ്പോഴും ഒന്നും ഒരു ഹാഫും ആയിരിക്കും കുറച്ച് ബെറ്റർ ലുക്കിംഗ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഇതിന്റെ ഹൊറിസോണ്ടൽ ഗ്യാപ്പോ അല്ലെങ്കിൽ കുറച്ച് കളർഫുൾ ആക്കാം, അതായത് ഇതിന്റെ കൗണ്ട് കൂട്ടാം അല്ലെങ്കിൽ കൗണ്ട് കുറയ്ക്കാം. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ഒരു സെക്ഷൻ ഞാൻ ഇങ്ങനെ കൊടുത്തെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഗ്രിഡ് മോഡലിലോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ വ്യൂവിലോ ഒക്കെ ആക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എന്താണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഒരു ഓപ്ഷൻ ഹൊറിസോണ്ടൽ തീമിൽ പ്രധാനമായിട്ടും 3 രീതിക്കാണ് വരുന്നത്. അതായത് ഒന്നുകിൽ ഗ്രിഡ് ആക്കാം, അല്ലെങ്കിൽ എഡിറ്റോറിയൽ, അല്ലെങ്കിൽ കൊറോസൽ, ഇങ്ങനെ 3 രീതിക്കാണ് ഇതിൽ വരുന്നത്. സോ ഇത്രയാണ് ബ്ലോഗ് സെക്ഷനിൽ വരുന്നത്. സോ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ വരും നോക്കാം നമുക്ക്. സോ നമ്മുടെ ബ്ലോഗ് സെക്ഷൻ ഞാൻ ആഡ് ചെയ്തു, അതായത് നമ്മൾ കൊടുത്ത പിക്ചർ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഇത്രയും ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷനിൽ വരുന്നത്. സോ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ബ്ലോഗിലോട്ട് പോകും. സോ ഇത്രയേ ഉള്ളൂ ബ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലോഗ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.